അടുത്ത ഇതിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ടു വിച്ച് ഡിവൈസ് ഈസ് ദ ഇലക്ട്രിക് ലൈൻ റീച്ചിങ് അവർ ഹോം കണക്റ്റഡ് ഫസ്റ്റ്? ഏത് ഡിവൈസിലാണ് ഇലക്ട്രിക് ലൈൻസ് നമ്മുടെ വീട്ടിലെത്തുന്ന ഇലക്ട്രിക് ലൈൻസ് ആദ്യം കണക്ട് ചെയ്യപ്പെടുന്നതാണ്? അപ്പൊ ഇതില് ആ പടം നോക്കിയാൽ അറിയാൻ പറ്റും ഏത് ഡിവൈസ് ആണ്. കിലോ വാട്ട് അവർ മീറ്റർ എന്ന് പറഞ്ഞ ഡിവൈസിലാണ് ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മെയിൻ ഫ്യൂസിലും, പിന്നീട് നമ്മുടെ വീട്ടിനകത്തുള്ള അല്ല, അടുത്ത ഡിവൈസ് ആണ് മെയിൻ സ്വിച്ച്. ഓക്കെ, ഈ മെയിൻ സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ വാട്ട് അവർ മീറ്ററിന്റെ അടുത്തൊരു മെയിൻ സ്വിച്ച് കാണും, അതിനെയാണ് കേട്ടോ. അത് നോക്കിയാൽ ഈ ബോർഡിനകത്തൊരു മെയിൻ സ്വിച്ച് ഉണ്ട്, ആ മെയിൻ സ്വിച്ച് ആണ്. ഇതിനകത്തല്ലാതെ വരുന്ന ഈ സർക്യൂട്ട് ബ്രേക്കറും അതുമായിട്ട് ബന്ധപ്പെട്ട സ്വിച്ചുകളാണ് മെയിൻ സ്വിച്ച് നമ്മൾ വിളിക്കുന്നത്. അതൊരു മെയിൻ സ്വിച്ച് തന്നെയാണ്. ഇത് പക്ഷെ വീട്ടിന് വെളിയിലുള്ള മെയിൻ സ്വിച്ച് ആണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഫ്യൂസ് കഴിഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് ആ വയറാണ് അവിടുത്തെ മെയിൻ സ്വിച്ചിൽ ഡയറക്റ്റ് കൊടുത്തേക്കുന്നത് മെയിൻ സ്വിച്ചിൽ വരുന്നത്. ഓക്കെ, ഇത് വീട്ടിനകത്തുള്ള അല്ല, ബോർഡിനകത്താണ്. ആ ബോർഡിനകത്താണ് സാധാരണ കാണുന്നത്. നമ്മുടെ ഈ കിലോ വാട്ട് അവർ മീറ്റർ ഇരിക്കുന്ന ഒരു KCBയുടെ ഒരു ബോർഡ് കാണും, അതിനകത്താണ് ഈ മെയിൻ സ്വിച്ച് വരുന്നത്. നമ്മൾ മെയിൻ സ്വിച്ച് എന്ന് വിളിക്കുന്ന കൂടുതലും സർക്യൂട്ട് ബ്രേക്കറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്വിച്ചാണ് നമ്മൾ വെച്ചിട്ടാണ്. ഓക്കെ, അത് ഈ ഫിഗർ കാണിച്ചിട്ടില്ല. അടുത്തത് ഫ്രം വേർ ഡസ് ദ എർത്ത് ലൈൻ സ്റ്റാർട്ട്? എർത്ത് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. നമുക്ക് ഫിഗർ നോക്ക്, മെയിൻ സ്വിച്ച് നിന്നാണോ? മെയിൻ സ്വിച്ചിന്റെ അവിടെ ആ വയറാണ് എർത്തിലോട്ട് കൊടുത്തേക്കുന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് അവർ മീറ്റർ തന്നെയാണ്. വാട്ട് അവർ മീറ്റർ എന്നാണ് എന്ത് ചെയ്തേക്കുന്ന എർത്ത് ലൈൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന. അടുത്ത വാട്ട് ഇസ് ദ യൂസ് ഓഫ് വാട്ട് അവർ മീറ്റർ? വാട്ട് അവർ മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? പവർ അല്ല, ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാനാണ് വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നത്. ഇൻ വിച്ച് ലൈൻ ആർ ദ ഫ്യൂസസ് കണക്ട്? ഫ്യൂസ് കണക്ട് ചെയ്തേക്കുന്ന ഏതിലാണ്? നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഏതിലാണ്? ഫേസ് ലൈൻ അഥവാ ലൈവ് ലൈനിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. വാട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് മെയിൻ സ്വിച്ച്? വേറെ ഇറ്റ്സ് പൊസിഷൻ ഇൻ സർക്യൂട്ട്. എപ്പോഴാണ് മെയിൻ സ്വിച്ച് വരുന്നത്? ഫ്യൂസ് കഴിഞ്ഞിട്ടാണ്. ആഫ്റ്റർ ഫ്യൂസ് ആണ് നമ്മൾ ഏത് കണക്ട് ചെയ്യുന്നത്? മെയിൻ സ്വിച്ച് കണക്ട് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? വീട്ടിലോട്ട് പോകുന്നത്. ഇതിന് ശേഷമാണ് വീട്ടിലോട്ട് ഡയറക്റ്റ് കറണ്ട് പോകുന്നത്. വീട്ടിലോട്ടുള്ള കറണ്ട് കണക്ഷന് നമുക്ക് വിച്ഛേദിക്കാൻ ഏത് ഉപയോഗിച്ച് പറ്റും? മെയിൻ സ്വിച്ച് ഉപയോഗിച്ച് പറ്റും. കണക്ഷൻ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. വീട്ടിലോട്ടുള്ള കണക്ഷൻസ് ഓഫ് ആക്കാൻ, അല്ലെങ്കിൽ ഇതിനോട്ട് നമുക്ക് എന്തെങ്കിലും വീട്ടിലേതെങ്കിലും ഉപകരണം പ്രശ്നമായി അത് നമുക്ക് ശരിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കണക്ഷൻ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മളിനി എങ്ങ് പോണ്ട, ഇവിടെ നിന്ന് ലൈൻ കട്ട് ചെയ്യാൻ ഇവിടെ വേറെ സ്വിച്ച് ഒന്നുമില്ല. നമ്മുടെ ആ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഏതാണ്? മെയിൻ സ്വിച്ച് ആണ്. ഓക്കെ, ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. ഇൻ ദ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക് സർക്യൂട്ട് വിച്ച് ഈസ് ദ തേർഡ് ലൈൻ അതർ ദാൻ ദ ഫേസ് ആൻഡ് ന്യൂട്രൽ? ഏതാണ് തേർഡ് ലൈനിന്റെ പേരെന്താണ്? എർത്ത് ലൈൻ ആണ്. എർത്ത് ലൈൻ ആണ്. ഓക്കെ, ഫേസ് ന്യൂട്രലിന് എർത്തിന് നമ്മൾ പറഞ്ഞ് ചുവപ്പ്, ന്യൂട്രലിന് കറുപ്പ്, എർത്തിന് പച്ച. ആ കളേഴ്സ് ആണ് സാധാരണ കൊടുക്കുന്നത്. ബ്ലൂ ഒക്കെ കൊടുക്കാറുണ്ട് ഫേസിന് ചിലയിടത്ത്. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ഇപ്പൊ നമുക്ക് ഏതൊക്കെ എഴുതിയാൽ ചുവപ്പ്, കറുപ്പ്, പച്ച, ആ 3 കളേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. വേർ ഈസ് എർത്ത് വയർ കണക്റ്റഡ് ഇൻ എ 3-pin സോക്കറ്റ്? 3-pin സോക്കറ്റിനകത്ത് എർത്ത് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? വലിയ പിന്നിലാണ് എർത്ത് പിന്ന് വന്നേക്കുന്നത് കേട്ടോ. നീളം കൂടിയ 3-pin സോക്കറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ഉപകരണങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് വലിയ പിന്ന് ആ സോക്കറ്റിൽ എവിടെയാണോ കണക്ട് ചെയ്യാൻ വെച്ചേക്കുന്നത് അവിടെയാണ് എർത്തിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, 3-pin സോക്കറ്റിനകത്ത് ആ ഒരു വലിയ പിന്നാണ് എർത്ത് പിന്നെ സൂചിപ്പിക്കുന്നത്. അവിടെ അത് കണക്ട് ചെയ്യുന്ന ഭാഗത്തായിരിക്കും എർത്തിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. ഹൗ ആർ ദ ഹൗസ് ഹോൾഡ് ഡിവൈസ് കണക്റ്റഡ്? സീരീസ് ഓർ പാരലൽ? പാരലൽ ആയിട്ടാണോ സീരീസ് ആയിട്ടാണോ? സീരീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫേസ് ലൈൻ ഒക്കെ ഇതാ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണമായിരുന്നു. ബൾബ് നിന്ന് ഡയറക്റ്റ് ഫാനിലോട്ട് കണക്ഷൻ കൊടുക്കണമായിരുന്നു. അതാണ് സീരീസ് കണക്ഷൻ. ഇത് അങ്ങനെയല്ല. ന്യൂട്രൽ മാത്രമേ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഫേസ് ലൈനിൽ നിന്ന് ഓരോന്നും മെയിൻ ലൈനിൽ നിന്ന് എടുത്ത് പോവുകയാണ്. അപ്പൊ ഇതെന്ത് കണക്ഷനാണിത്? പാരലൽ കണക്ഷനാണ്. എന്തിനാണ് അങ്ങനെ പാരലൽ കണക്ഷൻ വെക്കുന്നത്? സെപ്പറേറ്റ് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. ഒരു സ്വിച്ച് ഇടുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാരലൽ കണക്ഷൻ കൊടുക്കണ്ട. മാത്രമല്ല റെസിസ്റ്റൻസും എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും, പാരലൽ ആയിട്ടായിരിക്കുമ്പോൾ കുറവായിരിക്കും. അപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിപ്പോ ഒരു സ്വിച്ച് ഇടുമ്പോൾ എല്ലാം വർക്കും ചെയ്തന്നെ അവിടുത്തെ റെസിസ്റ്റൻസ് കൂടുതലായ കാരണം
എനർജി ഒരുപാട് വേസ്റ്റ് ആയ, ഹീറ്റ് എനർജി കൂടുതൽ വേസ്റ്റ് ആയി എന്നാണ്. ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു വിഷയമില്ല. ഓക്കെ, ഇത് എല്ലാം പാരലൽ കണക്ഷൻ ആണെന്ന് ആലോചിക്കുക കേട്ടോ. ഉപകരണങ്ങളെല്ലാം പാരലൽ കണക്ഷൻ ആണ്. അതിന്റെ ഉപയോഗം ഇതാണ്: റെസിസ്റ്റൻസ് കുറയ്ക്കാം, ഹീറ്റ് ലോസ് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഓരോ ഉപകരണങ്ങളെയും സെപ്പറേറ്റ് നിയന്ത്രിക്കാൻ പറ്റും, സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കണക്ഷൻ പാരലൽ ആവുന്നതിന്റെ ഉപയോഗങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അതാണ് പറഞ്ഞത്. പാരലൽ എന്ന് പറഞ്ഞാൽ സമാന്തരം, മലയാളം മീഡിയത്തിൽ സമാന്തരമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതിന്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കാര്യമാണ് പറഞ്ഞത്. റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കുറയ്ക്കാൻ പറ്റും, സബല പ്രതിരോധം കുറയ്ക്കാൻ പറ്റും. പാരലായിട്ട് കണക്ട് ചെയ്താൽ, സമാന്തരമായിട്ട് കണക്ട് ചെയ്താൽ ഉപകരണങ്ങളെ വെവ്വേറെ നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ ഡിവൈസ് വർക്ക് അക്കോർഡിംഗ് ടു ദ മാർക്ക്ഡ് പവർ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പവറിനനുസരിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പാരലായിട്ട് കണക്ട് ചെയ്തേ പറ്റൂ. എല്ലായിടത്തും 230 വോൾട്ട് കിട്ടണം. ഓക്കെ, 230 ചിലത് 240 ആയിരിക്കും. 230 240 കിട്ടിയാലേ, സെയിം വോൾട്ടേജ് കിട്ടിയാലേ അതിനനുസരിച്ച് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അതിൽ സ്റ്റിക്കർ അടിച്ചേക്കണം പവറിൽ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ഡിവൈസസ് ക്യാൻ ബി കൺട്രോൾഡ് യൂസിങ് സ്വിച്ചസ് ആസ് പെർ നീഡ്, അത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ എക്സ്ട്രാ പോയിന്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ കാര്യം എഴുതുക, ഹീറ്റ് എനർജി ലോസിന്റെ കാര്യം എഴുതാം. അപ്പൊ അതൊക്കെ അതിന്റെ ഉപയോഗങ്ങളാണ്. പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്, സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഊർജ്ജ നഷ്ടം ഒഴിവാക്കാം, സബല പ്രതിരോധം കുറയ്ക്കുക എന്നൊക്കെ ഉള്ളത് ഈ പാരലായിട്ട് കണക്ട് ചെയ്തതിന്റെ ഉപയോഗങ്ങളാണ്. അടുത്ത വാട്ട് അവർ മീറ്ററിനെ കുറിച്ചാണ്. ഓക്കെ, വാട്ട് അവർ മീറ്റർ, കിലോ വാട്ട് അവർ മീറ്റർ, kWh മീറ്റർ. നമ്മൾ വാട്ട് അവർ മീറ്റർ എന്നാണ് കോമൺ ആയിട്ട് പറയുന്ന പേര് കേട്ടോ, വാട്ട് അവർ മീറ്റർ. അപ്പൊ അതിനെ കുറിച്ചാണ് ഇനി അടുത്ത പഠിക്കാനുള്ളത്. വാട്ട് അവർ മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും നമ്മൾ ആ പേര് കേട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജിയാണ് മെഷർ ചെയ്യുന്നത്, പവർ അല്ല. വാട്ട് കണ്ട ഉടനെ നിങ്ങൾ എന്തെന്ന് വിചാരിക്കരുത്, പവർ എന്ന് വിചാരിക്കരുത്. വാട്ട് കണ്ട് പവർ എന്ന് വിചാരിക്കരുത്. വാട്ടിന്റെ കൂടെ ഒരു അവർ കൂടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ വാട്ടും അവറൂടെ ചേരുമ്പോൾ അത് വാട്ട് അവർ എന്ന് വാങ്ങിക്കും. വാട്ട് ഇൻറ്റു അവർ, പവർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എനർജിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അത് അങ്ങനെ മാത്തമാറ്റിക്കലായിട്ട് ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെ ആലോചിക്കാം. വാട്ട് ഇൻറ്റു അവർ എന്ന് പറയുന്നത് എനർജിയാണ്, പവർ ഇൻറ്റു ടൈം. വാട്ട് എന്ന് പറഞ്ഞാൽ പവറിന്റെ യൂണിറ്റ്, അവർ എന്ന് പറഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ എനർജി അളക്കാനാണ്. എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി, എത്രത്തോളം വൈദ്യുത ഊർജം നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ KSEB ആണ് കൊണ്ടുപോയിരിക്കുന്നത്. അവര് വന്ന് മാസം നോക്കും എത്ര ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചു എന്ന് നോക്കിയിട്ട് ഒരു ബില്ല് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഈ 1 കിലോ വാട്ട് അവർ എനർജി എന്ന് പറഞ്ഞാൽ എത്രത്തോളം വരും? നമ്മൾ സാധാരണ എനർജിയുടെ യൂണിറ്റ് എന്താ? ജൂളാണ്, ജൂള് അല്ലേ? അപ്പൊ 1 ജൂള് ആണോ 1 കിലോ വാട്ട് അവർ? അല്ല. അപ്പൊ എത്രത്തോളം വരും എന്നുള്ളതാണ് അടുത്ത ഒരു ഡെഫിനിഷനിലൂടെ പറയുന്നത്. 1 കിലോ വാട്ട് അവർ അത് നമ്മൾ സാധാരണ 1 യൂണിറ്റ് വൈദ്യുതി എന്നൊക്കെ പറയും. വീട്ടിൽ നമ്മൾ 1 യൂണിറ്റ് വൈദ്യുതി എത്ര യൂണിറ്റ് എരിഞ്ഞു എന്നൊക്കെ ചോദിക്കും. അതായത് 1 യൂണിറ്റ് എന്നാണ് നമ്മൾ ആ വൈദ്യുതിനെ പറയുന്നത്. അപ്പൊ 1 യൂണിറ്റ് ഇലക്ട്രിക് എനർജീന്റെ പേരാണ് 1 കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് അവർ, 1 കിലോ വാട്ട് അവർ KWH എന്ന് എഴുതുക. K സ്മാൾ, W ക്യാപിറ്റൽ, H സ്മാൾ. ഓക്കെ, 1 കിലോ വാട്ട് അവർ. അപ്പൊ എന്താണ് 1 കിലോ വാട്ട് അവർ അഥവാ 1 യൂണിറ്റ് എനർജി? ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നത് എങ്ങനെ പറയാം? ഒരു ഡിവൈസ് 1000 വാട്ട് ഉള്ള ഒരു ഡിവൈസ്, 1000 വാട്ട്, സാധാരണ 1000 വാട്ട് വരുന്ന ഡിവൈസുകളാണ് നമ്മുടെ ഈ ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ് ഒക്കെ 1000 വാട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഒരു ഡിവൈസ് 1 മണിക്കൂർ ഉപയോഗിക്കുന്ന എനർജിനെ വിളിക്കുന്ന പേരാണ് 1 കിലോ വാട്ട് അവർ. അങ്ങനെ 1000 വാട്ട് യൂസ് ചെയ്യണ ഒരു ഡിവൈസ്, ഒരു ഉപകരണം, 1000 വാട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം 1 മണിക്കൂർ നമ്മൾ പ്രവർത്തിപ്പിച്ചാൽ അത് കൺസ്യൂം ചെയ്യുന്ന, അത് ഉപയോഗിക്കുന്ന എനർജിയുടെ അളവാണ് 1 കിലോ വാട്ട് അവർ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെ ഇതിനെ നമുക്ക് കിലോ വാട്ട് അവറിലോട്ട് മാറ്റാം എന്നാണ് അടുത്ത ഒരു ഇക്വേഷൻ കാണിക്കുന്നത്. നമുക്കിപ്പോ സാധാരണ ഒരു സാധനത്തിന്റെ പവർ നമുക്ക് വാട്ടിൽ അറിയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ അവിടെ ഉപയോഗിക്കപ്പെട്ട വൈദ്യുത ഊർജം നമ്മൾ ഒരു എത്ര സമയം ഇട്ടു, ആ സമയത്ത് നമുക്ക് എത്ര യൂണിറ്റ് വൈദ്യുതി ആയി എന്ന് അറിയാൻ വേണ്ടി നമുക്ക് അത് ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും.
അപ്പൊ ഒരു ബൾബ് ആണെങ്കിൽ ആ ബൾബ് നമ്മൾ ട്രിക്ക് ചെയ്യണം, ഒരു 2 മണിക്കൂർ ട്രിക്ക് ചെയ്യണം. അപ്പൊ അത് എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി, എത്ര യൂണിറ്റ് വൈദ്യുതി അത് ഉപയോഗിച്ചു എന്ന് അറിയണമെങ്കിൽ ഇതാ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മതി. എങ്ങനെയാണ് ചെയ്യുന്ന? പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000. ഇതാണ് പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ ബൈ 1000. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഉപകരണം ഏതാണോ അതിനെ വാട്ടിലുള്ള അതിന്റെ പവർ എഴുതുക. വാട്ടിലുള്ള പവർ, കിലോ വാട്ടിലുള്ള പവർ അല്ല, വാട്ടിലുള്ള പവർ. പിന്നെ അത് എത്ര നേരം ഉപയോഗിച്ചു, ടൈം ഇൻ അവർ. അത് എത്ര എന്തിൽ പറയണം, ഏത് യൂണിറ്റിൽ പറയണം? അവർ യൂണിറ്റിൽ പറയണം. ഇവിടെയാണെങ്കിലോ പവർ ഏത് യൂണിറ്റിൽ പറയണം? വാട്ട് എന്ന് പറഞ്ഞ യൂണിറ്റിൽ പറയണം. ഓക്കെ, അപ്പം പവർ എന്ന് പറയുന്നത് വാട്ട് എന്ന് പറഞ്ഞ യൂണിറ്റിൽ പറയണം. ടൈം എന്ന് പറയുന്നത് അവർ എന്ന് പറഞ്ഞ യൂണിറ്റിലും പറയണം. ഓക്കെ, അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഒരു ഗ്രൈൻഡർ 750 വാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൈൻഡർ നമ്മൾ 2 മണിക്കൂർ യൂസ് ചെയ്താൽ അത് എത്ര എനർജി കൺസ്യൂം ചെയ്യും, എത്ര യൂണിറ്റ് വൈദ്യുതി അല്ലെങ്കിൽ എത്ര കിലോ വാട്ട് അവർ വൈദ്യുതി കൺസ്യൂം ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതങ്ങനെ കണ്ടുപിടിക്കുക. എനർജി ഈസ് ഈക്വൽ ടു വാട്ടിലാണ് ഇവിടെ യൂണിറ്റ്, കണ്ട. അതുകൊണ്ട് അത് ഡയറക്റ്റ് കൊടുക്കാം. 750 ഇൻറ്റു ടൈം ഇൻ അവർ ആണ്, അവറിലുള്ള ടൈം. അവർ എത്ര? 2 അവർ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവറിലുള്ള ടൈം തന്നെ തന്നിരിക്കുന്നത്, അതുകൊണ്ട് 2 ഡയറക്റ്റ് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും? 1.5 കിലോ വാട്ട് അവർ. അപ്പൊ അതിനെന്ന് വിളിക്കാം 1.5 യൂണിറ്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇതുപോലെയാണ് നമുക്ക് കറണ്ട് ബില്ല് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കറണ്ട് ബില്ല് നമുക്ക് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഒരു കറണ്ട് ബില്ലിന്റെ കാര്യങ്ങളാണ് തന്നേക്കുന്നത്. കണ്ടോ, കറണ്ട് ബില്ല് നമുക്ക് ഇവിടുത്തെ ഒരു കറണ്ട് ബില്ല് സിസ്റ്റം, KSEBിയുടെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിനനുസരിച്ചാണ് യൂണിറ്റിന് ചാർജ് വരുന്നത്. ഒരുപാട് കറണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ യൂണിറ്റിനുള്ള കാശ് മാറും കേട്ടോ. അതൊക്കെ വ്യത്യാസമുണ്ട്. അവര് കണ്ട ആ ബില്ലിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാവും. സിംഗിൾ ഫേസിന് ഒരു പൈസ, 3 ഫേസിന് ഒരു പൈസ, പിന്നെ അതിനകത്ത് ഒരുപാട് ടാക്സിന്റെ കാര്യങ്ങളൊക്കെ വേറെ വരും. അതിനൊരു സ്ലാബ് സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 0 to 40 യൂണിറ്റ് വരെ 1.5 രൂപയായിരിക്കും. അതൊക്കെ മാറി കൂട്ടി, പൈസ കൂട്ടി. 0 to 50 ഒരു പൈസ, 50 to 100. ഇപ്പൊ നമ്മൾ ബില്ല് വരുമ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതിലേത് സ്ലാബിൽ വരും, നമ്മൾ എത്രയാണ് യൂണിറ്റ് കൊടുക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ആ യൂണിറ്റ് കൊടുക്കുന്ന പൈസ വെച്ചിട്ട് നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബില്ലായി. ഓക്കെ, അപ്പൊ അവര് മീറ്റർ റീഡർമാര് നോക്കുന്നത് കഴിഞ്ഞത് എത്ര നിൽക്കുന്നു, ഇപ്പൊ എത്ര നിൽക്കുന്നു നോക്കും. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കും. എന്നിട്ട് ഇതിൽ ഏത് സ്ലാബിൽ വരും, അതിൽ എത്ര രൂപ വരും, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് ബില്ല് തരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ബില്ല് കണ്ടുപിടിക്കാം. പോസിറ്റീവ് വന്നിട്ടുണ്ട് ഇതിൽ. നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ഉപകരണങ്ങൾ തന്നിട്ട് അതിൽ നമ്മൾ എനർജി കണ്ടുപിടിക്കണം. അതിൽ KWH, അതായത് യൂണിറ്റില് കിലോ വാട്ട് അവറിലാക്കി നമ്മൾ കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യണം, കൂട്ടണം, മൊത്തം എത്ര എനർജി ആയെന്ന്. അപ്പോൾ അത്രയും എനർജി യൂസ് ചെയ്യുന്ന കിട്ടും. ഒരു യൂണിറ്റിന് എത്ര രൂപ എന്നുള്ള തന്നേക്കും. അത് വെച്ചിട്ട് നമുക്ക് ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതൊരു പ്രോബ്ലം സെക്ഷൻ ആണ്. ഇപ്പൊ 5 CFL ആണ്, CFL ആണ് 5 CFL ആംസ് എന്ന് പറയുമ്പോൾ CFL ആണ് ഉദ്ദേശിക്കുന്നത്. 5 CFL 20 വാട്ടിന്റെ. അപ്പൊ എണ്ണം കൂടെ കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഓക്കെ, ഒരെണ്ണത്തിന്റെ വെച്ചിട്ടാണെങ്കിലാണ് നമ്മൾ കണ്ടുപിടിച്ചത് പറഞ്ഞ ഇക്വേഷൻ. ഇവിടെ ഇപ്പൊ എണ്ണം ഉണ്ടെങ്കിൽ അത് ആ എണ്ണം കൂടെ കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇവിടെ 4 എണ്ണം ഉണ്ടെങ്കിൽ 4 × 4 കൂടെ വരും ഓരോന്നിന്റെ, അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ 5 CFL ഉപയോഗിച്ച് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ 5 ഗുണം വാട്ടിലുള്ള പവർ, ബാക്കിയെല്ലാം സെയിം, 20 × 4 അവേഴ്സിലാണ് ഉപയോഗിച്ചത്. അപ്പൊ 4/1000. അപ്പൊ ഓരോന്നിന്റെ സെപ്പറേറ്റ് എനർജി ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം CFL കണ്ടുപിടിക്കണം, പിന്നെ ഫാൻ ഉണ്ടെങ്കിൽ ഫാനും, പിന്നെ TV ഉണ്ടെങ്കിൽ TV, സെപ്പറേറ്റ് മൊത്തം കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് ഇലക്ട്രിക്കൽ എനർജി എല്ലാം കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ മൊത്തം യൂസ് ചെയ്ത് എത്രയെന്ന് കിട്ടും. ഓക്കെ, അടുത്തത് സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ ആണ്. അതിലൊന്നാമത് പഠിക്കാനുള്ളത് സേഫ്റ്റി ഫ്യൂസ് ആണ്. ഓക്കെ, സേഫ്റ്റി ഫ്യൂസ്. അപ്പൊ ഇത് സുരക്ഷാ ഉപാധികളാണ് അടുത്ത പഠിക്കുന്നത്. നമ്മുടെ വൈദ്യുതീകരണത്തിലെ സുരക്ഷാ ഉപാധികൾ. ഒന്നാമത്തെ സേഫ്റ്റി ഫ്യൂസ് ആണ്. നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ച പോലെ സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, സേഫ്റ്റി ഫ്യൂസ് എവിടെയാണ് കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലായി. എവിടെയാണ്, ഫേസ് വയറിലാണ് അല്ലെങ്കിൽ ലൈവ് ലൈനിലാണ്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഫ്യൂസ് കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബോർഡിലോട്ടും മെയിൻ സ്വിച്ചിലോട്ടും കറണ്ട് പോകില്ല, നമ്മുടെ വീട്ടു ഉപകരണങ്ങളിലോട്ടും കറണ്ട് പോകത്തില്ല. സേഫ്റ്റി ഫ്യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്,
ആ എക്സസ് കറണ്ട് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഉരുകും. കാരണം ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള ഫ്യൂസ് വയേഴ്സ് ആണ് സേഫ്റ്റി ഫ്യൂസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സസ് ഹീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉരുകും. ഉയർന്ന കറണ്ട് ഉണ്ടാകുമ്പോഴാണ് എക്സസ് ഹീറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ജൂൾസ് ലോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ അവിടെ ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കുന്ന എന്തിനാണ്? ടിന്നും ലെഡും അലോയ് ആണ്, സോൾഡർ എന്ന് പറയും. അപ്പൊ അതാണ് സേഫ്റ്റി ഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന കറണ്ട് വരുമ്പോൾ ഹീറ്റ് റെസിസ്റ്റൻസ് കൂടുകയാണ്ട് തന്നെ ഹീറ്റ് ഉണ്ടാവുകയും നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് ഉരുകി വീട്ടിലോട്ടുള്ള ബാക്കിയുള്ള ഉപകരണങ്ങളിലോട്ട് വലിയ കറണ്ട് എത്തിക്കാതെ സംരക്ഷിക്കുകയും ചെയ്യും. അതാണ് അവിടുത്തെ സേഫ്റ്റി മെഷർ, സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നത്. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഫ്ലോ ഓഫ് എക്സസ് കറണ്ട് ഹൗസ് ഹോൾഡ് സർക്യൂട്ടിലോട്ട് വരുന്നത്? അത് നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മുടെ ഫേസും ന്യൂട്രലും എപ്പോഴെങ്കിലും ചേർന്ന് വരുന്ന, വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല, ഇടയ്ക്ക് ഒരു ഉപകരണമൊന്നും ഇല്ലാതെ ചേർന്ന് ഒരു വയറായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവും. അവിടെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും എക്സസ് കറണ്ട് ഉണ്ടാവുകയും ചെയ്യാം. പിന്നെ ഉള്ളത് ഓവർലോഡിങ് ആണ്. ഓവർലോഡിങ് ആയിട്ട് നമ്മൾ ഒരു ചെറിയ പ്ലഗിൽ തന്നെ ഒരുപാട് കണക്ഷൻസ് ഇങ്ങനെ സീരീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കറണ്ട് എത്തിക്കേണ്ടി വരികയും പയ്യെ അത് എക്സസ് കറണ്ട് ആവുകയും ഉപകരണങ്ങൾ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അവിടെയും ഒരുപാട് കറണ്ട് അവിടെ മെയിനിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ കൂടുതലും സേഫ്റ്റി ഫ്യൂസ് വർക്ക് ആവുന്നത് കൂടുതലും കണ്ടിട്ടുള്ള ഈ ഷോർട്ട് സർക്യൂട്ട് സർക്കംസ്റ്റാൻസസിലാണ്. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. വാട്ട് ഹാപ്പൻസ് ടു സർക്യൂട്ട് where there is an excess current in a circuit? What happens to the circuit where there അവിടെ എക്സസ് കറണ്ട് വന്നു കഴിഞ്ഞാൽ സർക്യൂട്ടിന് സംഭവിക്കും? സേഫ്റ്റി ഫ്യൂസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ഉരുകി പോകും. അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ കറണ്ട് കൂടുതൽ വന്ന് അവിടുത്തെ അതിൽ കൊടുത്തേക്കുന്ന സർക്യൂട്ടിൽ കൊടുത്തേക്കുന്ന ഉപകരണങ്ങൾ എന്ത് ചെയ്യും? നശിച്ചു പോകും. അപ്പൊ സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്? സേഫ്റ്റി ഫ്യൂസ് ഉണ്ടെങ്കിൽ ആ സർക്യൂട്ടിൽ എന്ത് സംഭവിക്കില്ല? അങ്ങനെ ഒരു ഉപകരണത്തിനൊന്നും നാശം സംഭവിക്കത്തില്ല, പ്രശ്നം ഉണ്ടാകത്തില്ല. ആ സേഫ്റ്റി ഫ്യൂസ് ഉരുകിക്കൊണ്ട് ആ എക്സസ് കറണ്ട് സർക്യൂട്ടിലോട്ട് കടത്തി വിടുന്നത് തടയുന്നു. അതാണ് അവിടുത്തെ സേഫ്റ്റി മെഷർ. ഓക്കെ, then circuit can be broken into original state by using fuse wire. പുതിയൊരു നമ്മുടെ ഫ്യൂസ് വയർ സ്യൂട്ടബിൾ ആംപെയറേജ് വേണം. നമ്മൾ ആംപെയറേജിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? സെക്കൻഡ് പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ആംപെയറേജ് കൂടുതലുള്ള കറണ്ട് വരുമ്പോഴാണ് ഫ്യൂസ് വയർ എന്ത് ചെയ്യുന്നത്? ഉരുകുന്നത്. നിശ്ചിത കറണ്ടിന്റെ അളവാണ് ആംപെയറേജ് കേട്ടോ. അതിൽ കൂടെ പോകുന്ന മാക്സിമം കറണ്ടിന്റെ അളവാണത്. അതിനെക്കാളും കൂടുതൽ വരുമ്പോൾ ഫ്യൂസ് വയർ എന്ത് ചെയ്യും? ഉരുകിപ്പോകും. അത് നമ്മൾ വീണ്ടും ഒരു ഫ്യൂസ് വയർ വലിയ വിലയില്ല, ആ ഫ്യൂസ് വയർ മാറ്റിയിടുമ്പോൾ അത് ശരിയാവും. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് MCB. MCB ഉണ്ടോ? MCBയും ELCBയും. MCBയും ELCBയും നമ്മൾ കണക്ട് ചെയ്ത് എവിടെയെന്ന് നോക്ക്. മെയിൻ സ്വിച്ച് കഴിഞ്ഞിട്ടാണ് ELCB വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് MCB വരുന്നത്, MCB ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഓക്കെ, അപ്പൊ എന്താണ് ELCB എന്നും എന്താണ് MCB എന്നുമാണ് അടുത്ത പറയാൻ പോകുന്നത്. നോക്കൂ. അപ്പൊ MCBയുടെ ഫുൾ ഫോം ആണ് ആദ്യം പറയുന്നത്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അതാണ് MCB. ഇനി ELCB എന്തുവാ? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, MCB എന്താണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇതിന്റെ ഒരു തിയറിയാണ് ജസ്റ്റ് നമുക്ക് വായിച്ച് പറയുന്നത്. പക്ഷെ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ വർക്കിങ്ങിന്റെ വീഡിയോസ് കിട്ടും, അനിമേറ്റഡ് വീഡിയോസ് കിട്ടും. അനിമേറ്റഡ് വീഡിയോസ്, അതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അനിമേഷൻ ഉപയോഗിച്ച് ചെയ്ത് കാണിക്കുന്ന വീഡിയോസ് ഉണ്ട്. അപ്പൊ അത് ഒന്ന് കാണാൻ ശ്രമിച്ചു, യൂട്യൂബിലൊക്കെ ഉണ്ട്, അതൊന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതിന്റെ തിയറി നമുക്കൊന്ന് പറയാം. MCB is a device that is used in a place of fuse wire branch circuit. അപ്പൊ MCB എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇസ് എ ഡിവൈസ് ദാറ്റ് യൂസ്ഡ് ഇൻ എ പ്ലേസ് ഓഫ് ഫ്യൂസ് വയർ ബ്രാഞ്ച് സർക്യൂട്ട്. ഫ്യൂസ് വയർ ബ്രാഞ്ച് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. MCB ഓട്ടോമാറ്റിക്കലി ബ്രേക്സ് എ സർക്യൂട്ട് whenever there is a excess flow of current due to short circuit or overloading. അപ്പൊ മെയിൻ ആയിട്ട് ഓവർ കറണ്ട് വരുന്ന സാഹചര്യങ്ങളാണ് അതൊക്കെ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ MCB ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ആവും. ഇതിന് ELCB ആയാലും അതങ്ങനെ തന്നെയാണ്.
അപ്പൊ ഇതെങ്ങനെ ഈ രണ്ടും ബ്രേക്ക് ആവുന്നതിലുള്ള ഒരു ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാനുള്ളത്. ആഫ്റ്റർ റെക്ടിഫൈങ് ദ സർക്യൂട്ട് വി ക്യാൻ സ്വിച്ച് ഓൺ ദ MCB. അറിയാലോ റെക്ടിഫൈ ആ സംഭവം എന്തുകൊണ്ടാണോ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡിങ്ങോ ഉണ്ടായത്, ആ ഒരു കാര്യം നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ MCB എന്ത് ചെയ്താൽ മതി, സ്വിച്ച് ഓൺ ചെയ്താൽ മതി. അപ്പൊ ആ സർക്യൂട്ട് പഴയ പോലെ ആയിക്കോളും. ഇനി ഇമ്പോർട്ടന്റ്, MCB വർക്ക്സ് മേക്കിംഗ് യൂസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. MCB വർക്ക് ചെയ്യുന്ന എന്തൊക്കെ വെച്ചിട്ടാണ്? ഹീറ്റിംഗ് ഉപയോഗിച്ചും പിന്നെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് MCB വർക്ക് ചെയ്യുന്നത്. ഹീറ്റിങ്ങും മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉരുകലിന് കാരണമായിട്ടുള്ളത് ഹീറ്റിങ്ങും ഉണ്ട്, പിന്നെ സർക്യൂട്ട് കട്ടാവുന്നതിന് കാരണം മാഗ്നറ്റിക് എഫക്റ്റും ഉണ്ട്. ഓക്കെ, എക്സസ് കറണ്ട് വരുമ്പോൾ ആ കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യുമെന്ന് അറിയാം നമുക്ക്. മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് അറിയാം. അതിന്റെ ഫലവും പിന്നെ ഹീറ്റിങ്ങും കൂടെ തമ്മിൽ കണക്ട് ചെയ്താണ് നമ്മൾ MCBയുടെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് ഈ ഒരു പോയിന്റ് മതി. ഓക്കെ, അടുത്ത ELCB helps to break the circuit automatically whenever there is a current leak due to installation failure or any other reason. ELCB കൂടുതലും നമ്മൾ ആ പേര് പോലെ തന്നെ ELCB എർത്ത് ലീക്കേജ് ആണ് മെയിൻ ആയിട്ടുള്ള അവിടുത്തെ സർക്യൂട്ട് ബ്രേക്ക് ആവാനുള്ള കാരണം. ചിലപ്പോഴെപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ശരിയായിട്ടുള്ള അല്ല എന്നുണ്ടെങ്കിൽ ഫേസിൽ നിന്ന് ആ കറണ്ട് ലീക്കേജ് ഉണ്ടായി എർത്ത് ലൈൻ വഴി ഭൂമിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുന്നു. ഒരുപാട് കറണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് നന്നായിട്ട് കറണ്ട് അടിക്കുന്നു ഒരു മെയിൻ സർക്യൂട്ടിൽ നിന്ന്. അപ്പൊ അത് നമുക്ക് മനസ്സിലാവും. മെയിൻ സർക്യൂട്ടിൽ നിന്ന് കറണ്ട് ഡയറക്റ്റ് എവിടെയാണ് പോകുന്നത്, നമ്മുടെ ശരീരം വഴി എർത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഒരുപാട് കറണ്ട് എർത്തിലോട്ട് പോകുന്നതായിട്ട് കണക്ട് ആയി അതിന് തിരിച്ചറിയുമ്പോൾ ELCB ബ്രേക്ക് ആവും. ഓക്കെ, അപ്പോൾ ELCB helps to break the circuit automatically whenever there is a current leak due to installation failure or any other reason. Hence, a person touching the electric circuit or a device does not get an electric shock. Nowadays, RCCB which ensure more safety than ഇപ്പോൾ ഉപയോഗിക്കുന്നത് RCCB ആണ്. അത് കൂടുതൽ എന്താണെന്ന് പറയുന്നു, സേഫ് ആണ് അതിനേക്കാളും ELCB. അപ്പൊ ELCB ഉണ്ടെങ്കിൽ ഒരാൾ ഒരിക്കലും ഒരുപാട് ഷോക്ക് ഒരു ഡിവൈസ് എന്നല്ല, നമ്മൾ മെയിൻ സർക്യൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും, പക്ഷെ ഒരുപാട് ഷോക്ക് അടിക്കത്തില്ല. അതിന് മുമ്പ് ELCB ഓഫ് ചെയ്യും. സാധാ ഡിവൈസുകളിൽ നിന്ന് ഇലക്ട്രിക് ഷോക്ക് അടിക്കാനുള്ള ചാൻസും വളരെ കുറവാണ് ELCB ഉപയോഗിച്ചു കഴിഞ്ഞാൽ. അപ്പൊ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് എന്റെ ഫുൾ ഫോം. നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്താൽ ഇതിന്റെയൊക്കെ ഫിഗർ വീഡിയോ നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പൊ അതൊന്ന് നോക്കുക നിങ്ങൾ. ഇതെന്റെ ഫിഗേഴ്സ് ആണ്. RCCB, ELCB, MCBയിലേക്ക് ഫിഗേഴ്സ് ആണ് കാണിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കണ്ടാലേ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത ടോപ്പിക്ക് 3-pin പ്ലഗ് ആൻഡ് എർത്തിങ് ആണ്. 3-pin പ്ലഗ് ആൻഡ് എർത്തിങ്. ഇപ്പൊ എർത്തിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എർത്തിങ് എന്ന് വെച്ചാൽ എർത്ത് വയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ആ വയർ എവിടെയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ആ എർത്ത് ലൈനിൽ നിന്ന് ഈ 3-pinലോട്ടൊക്കെ എന്ത് വരാറുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ 3-pin പ്ലഗിലോട്ട് ഇല്ലേ. ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മളെ ഈ 3-pin സോക്കറ്റ് കുത്തുന്ന ആ ഒരു ലൈനില് ആ വലിയ ഹോൾ എന്ന് പറയുന്നത് ഏത് ലൈനാണ്, എർത്ത് ലൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിൽ കൊടുക്കുന്ന പിന്നാണ് എർത്ത് പിൻ. എല്ലാ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ഉപകരണങ്ങൾക്കും ആ ഒരു പിൻ അത്യാവശ്യമാണ്. എന്ന് കൊടുത്തേക്കണ ആ ഒരു ഈ പച്ച വയർ ഉപയോഗിക്കണ, ഈ പച്ച വയർ ഉപയോഗിക്കണ പിന്നെ അത്യാവശ്യമാണ്. ബാക്കി രണ്ട് വയറും ആ ഉപകരണം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് കൊടുക്കുന്ന ലൈൻസ് ആണ്. ഒന്ന് ഫേസിലും പോകും, ഒന്ന് ന്യൂട്രലിലും പോകും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ കറണ്ട് ഒഴുകത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇതിന്റെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ് ഈ ഒരു എർത്ത് പിൻ അല്ലെങ്കിൽ എർത്ത് വയർ. ഇത് ഡയറക്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്, എന്ന് പറഞ്ഞ പിന്നിലോട്ട് പോകും. അത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എർത്ത് ലൈനിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇതിന്റെ ആവശ്യകത എന്താന്ന് നമ്മൾ അടുത്ത ഇനി പറയും. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഉപകരണം സേഫ്റ്റി മെഷറാണ്. ഇത് ഒരു സേഫ്റ്റി മെഷറാണ്. എന്തിനാണ് ഇത് കൂടുതലും വരുന്നത്,
നമ്മൾ ലോഹ ചട്ടക്കൂടുള്ള, അതായത് മെറ്റൽ ബോഡിയുള്ള അപ്ലയൻസിലാണ്, ഹോം അപ്ലയൻസിലാണ്, വീട്ടുപകരണങ്ങളിലാണ് ഈ ഒരു 3 പിൻ അത്യാവശ്യമായിട്ട് വേണ്ടത്. ബാക്കിയുള്ളതിൽ നമ്മൾ സേഫ്റ്റിക്കായിട്ട് വെക്കാറുണ്ടെങ്കിൽ ഇത് അത്യാവശ്യമായിട്ട് വേണ്ട ഇങ്ങനെയുള്ള മെറ്റൽ ബോഡിയുള്ള ഉപകരണങ്ങളാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫേസ് ലൈൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്ന് ഈ ഒരു ഫേസ് ലൈനിൽ നിന്ന് വിട്ട് ഈ ബോഡിയുമായിട്ട് ഇത് ടച്ച് ആയി കഴിഞ്ഞാൽ ഈ ബോഡിയിൽ കറണ്ട് പാസ് ചെയ്യപ്പെടും. നമ്മൾ ഈ എർത്ത് ലൈൻ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് അടിച്ച് മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ എർത്ത് ലൈൻ ഉപയോഗിക്കുന്നത്. എർത്ത് ലൈൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഉപയോഗം? ഇതിൽ നിന്ന് അഥവാ ലീക്കായി കഴിഞ്ഞാലും ഈ എക്സസ് ഇതിനകത്തുള്ള ആ ബോഡിയിൽ കിടന്ന് കറങ്ങുന്ന എക്സസ് കറണ്ട് എന്ത് ചെയ്യും, ഈ ഒരു എർത്ത് ലൈൻ എർത്ത് പിന്നിലോട്ടുള്ള വയർ കാരണം ഇതിനകത്തൂടെ ഒഴുകി എർത്ത് പിൻ വഴി ഇത് കണക്ട് ചെയ്യുമ്പോൾ ആ സ്വിച്ച് ബോർഡിലെ എർത്ത് ലൈനുമായിട്ടാണ് കണക്ട് ആവുന്നത്. അത് ഡയറക്റ്റ് നേരെ പോകുന്ന എവിടെയാണ്? ഭൂമിയിലോട്ടാണ്, എർത്തിലോട്ടാണ്. അത് എർത്തിലോട്ട് പോയി എക്സസ് കറണ്ട് അങ്ങ് പൊയ്ക്കോളും. ഭൂമിയുടെ പ്രത്യേകത അറിയാലോ, എത്രത്തോളം വേണോ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തോളും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതിനാണ് നമ്മൾ ഈ 3 പിൻ ഉപയോഗിക്കണമെന്ന് പറയുന്ന ഉപകരണങ്ങളിൽ. 3 പിൻ എന്ന് ഉദ്ദേശിക്കുന്ന 2 പിൻ എന്തായാലും കമ്പൽസറി ആണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ പിൻ എന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ്? എർത്ത് പിന്നാണ്. എർത്ത് പിന്നിന്റെ പ്രത്യേകത കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചാൽ ഈ എർത്ത് പിന്നിന് കനം കൂടുതലും നീളം കൂടുതലും ആയിരിക്കും. നീളം കൂടുതൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് കോണ്ടാക്ട് വരുന്നത് ഏതിലായിരിക്കണം? എർത്ത് പിന്നിലായിരിക്കണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് നീളം കൂടുതൽ വെച്ചേക്കുന്നത്. കനം കൂടുതൽ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കൂടുതൽ കറണ്ട് അതിൽ കൂടെ അങ്ങ് കയറിപ്പിക്കോളും. ലോഹ ചട്ടക്കൂടിൽ എന്ത് ചെയ്യത്തില്ല, കറണ്ട് നിക്കത്തില്ല, തങ്ങി നിക്കത്തില്ല, പെട്ടെന്ന് ഈ ലൈൻ വഴി കയറി പോകാനുള്ള ടെൻഡൻസി കൂടും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ എർത്ത് പിന്നെ പറ്റി കൂടുതൽ പറയാനായിട്ട്. ഇതിനകത്ത് ഇനി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന വിച്ച് പാർട്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് കണക്റ്റഡ്, എന്താണ് ഇതിന്റെ മെറ്റൽ ബോഡിയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, എർത്ത് പിന്നുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് AC ആണോ DC ആണോ കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്? നമ്മളൊക്കെ കിട്ടുന്ന AC ആണെന്ന് അറിയാമല്ലോ. പക്ഷേ കൂടുതൽ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്ന DC-യിലാണ് കേട്ടോ. കൂടുതൽ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്ന DC-യിലാണ്. വളരെ കുറച്ച് ഉപകരണങ്ങൾ ഈ മോട്ടോർ പോലുള്ള സാധനങ്ങൾ, അതായത് എന്തെങ്കിലും മിക്സി, ഫാൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. കൂടുതലും AC-യിൽ വർക്ക് ചെയ്യും. പഴയ മറ്റേ ഇൻകാൻഡസെന്റ് ബൾബ് ഉണ്ടല്ലോ, അതൊക്കെ AC-യിലായിരുന്നു ഡയറക്റ്റ്. ഇപ്പൊ LED ആയി, അതൊക്കെ DC ആണ്. അപ്പൊ സാധാരണ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ ഉപകരണങ്ങളും എന്തല്ല AC-യിലല്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ AC ആണ് അതിൽ കൊടുക്കുന്നത്, പക്ഷെ അതിനകത്ത് AC-നെ എന്താക്കുന്നു, DC ആക്കി മാറ്റുന്നു. DC ആക്കി മാറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇപ്പൊ LED ഒക്കെ കൂടുതലും AC അല്ല ഉപയോഗിക്കുന്നത്. LED TV ഒന്നും എന്തല്ല, AC വൈദ്യുതി ഡയറക്റ്റ് എടുക്കുകയല്ല, അതിനെന്ത് ചെയ്യുന്നു, അതിനകത്ത് ട്രാൻസ്ഫോമർ കാണും, അതിനെ ട്രാൻസ്ഫോം ചെയ്ത് ചെറുതാക്കി എന്ത് ചെയ്യുന്നു, DC ആക്കി. DC ആക്കാനല്ല ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്, ചെറിയ വോൾട്ടേജ് ആക്കിയിട്ട് പിന്നെ അതിനെ DC ആക്കാൻ അതിനകത്ത് റെക്ടിഫയർ സെറ്റപ്പുകളുണ്ട്. ഇപ്പൊ ചിപ്പെല്ലാം ചെറിയ ചെറിയ ചിപ്പുകളാണ്. അവ ഉപയോഗിച്ച് എന്താക്കും, കൺവെർട്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ ഉപകരണങ്ങളും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഏതിലാണെന്ന് മനസ്സിലാക്കുക, DC-യിലാണ്. AC-യിൽ വർക്ക് ചെയ്യുന്ന 2-3 പഠിച്ചു വെച്ചേക്കുക. ഫാനും മിക്സിയും ഒക്കെയാണ്, ഇൻകാൻഡസെന്റ് ബൾബൊക്കെയാണ് AC-യിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മോട്ടോർ യൂസ് ചെയ്ത് കൂടുതലും നമ്മുടെ പമ്പില്ലേ, അതൊക്കെ ഡയറക്റ്റ് AC ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടില് വെള്ളം കിണറ്റിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്യുന്ന പമ്പ് ഉണ്ടല്ലോ, വാട്ടർ പമ്പൊക്കെ AC ആണ് ഡയറക്റ്റ്. ബാക്കി ചെറിയ ഉപകരണങ്ങൾ മിക്കവാറും എല്ലാം DC ആണ് കേട്ടോ. LED ബൾബ്, LED TV അങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം DC ആണ്. ഇപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട്. കൂടുതൽ നമുക്ക് 230 വോൾട്ട് ഒന്നും ആവശ്യമില്ല കേട്ടോ, 12.6 അതൊക്കെ മതി. അതുകൊണ്ട് തന്നെ ഈ AC-നെ ആദ്യം നമ്മൾ കിട്ടുന്ന 230 വോൾട്ടിനെ ആദ്യം ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. പിന്നെ ഈ റെക്ടിഫയർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്, അങ്ങനെ ഒരു ഡിവൈസ് ഉണ്ട് അതിനകത്ത്. റെക്ടിഫയർ ഉപയോഗിച്ച് AC-നെ എന്താക്കും, DC ആക്കി മാറ്റും. പണ്ടൊക്കെ റെക്ടിഫയർ വലിയൊരു സർക്യൂട്ട് ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു വളരെ ചെറിയൊരു IC മതിയാവും റെക്ടിഫയറിനൊക്കെ കേട്ടോ. IC എന്നൊക്കെ പറയുന്നത് ഇന്റഗ്രേറ്റഡ് ചിപ്പുകളാണ്, അതൊക്കെ സർക്യൂട്ടുകളാണ്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് IC.
അപ്പൊ IC ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇപ്പൊ അതുകൊണ്ടാണ് ഈ ടിവിയുടെ ഒക്കെ ഷേപ്പ് സൈസ് ഒക്കെ എന്ത് ചെയ്തത് കമ്പ്യൂട്ടറിന്റെ ആയാലും എല്ലാം കുറഞ്ഞതിന്റെ കാരണം അതൊക്കെയാണ്. അപ്പൊ അത്ര നിങ്ങൾ വലിയ കുറഞ്ഞ് വരുന്ന പാഠങ്ങളിൽ ഇലക്ട്രോണിക്സിനൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്ര വരുന്ന മതി. അടുത്ത ഇനി ഇലക്ട്രിക് ഷോക്കിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ, നിങ്ങൾ അറിയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്കതിനകത്ത് ഇലക്ട്രിക് ഷോക്ക് കാരണം ബോഡിക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ, നമ്മൾ എന്ത് ഇലക്ട്രിക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അറിയാവുന്ന കാര്യമുണ്ട്. എന്താണ് അതിർത്തുമായിട്ട് കണക്ഷൻ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മൾ പോയി എന്ത് ചെയ്യരുത്, അയാളെ പോയി ടച്ച് ചെയ്തത് പകരം എന്ത് ചെയ്യണം, ടച്ച് ചെയ്യണതിന് പകരം എന്ത് ചെയ്യണോടെ അയാളെ പോയി അടിച്ചിടണോ. എങ്ങനെ അടിച്ചിടണം? നല്ല ഉണങ്ങിയ കമ്പോ മറ്റോ യൂസ് ചെയ്യണം, വേണം ആ കണക്ഷൻ നമ്മൾ വിച്ഛേദിക്കാൻ. കണക്ഷൻ കട്ട് ചെയ്യാണ് നമ്മൾ അടിച്ചിട്ടല്ല വഴി ചെയ്യുന്നത് കേട്ടോ. എന്തുമായിട്ടാണോ കണക്ട് ചെയ്ത് കറണ്ട് അടിക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു ബോഡി അതുമായിട്ട് ഇയാളുടെ കണക്ഷൻ കട്ട് ചെയ്യണം. അതിന് നമുക്ക് പച്ച ആയിട്ടുള്ള അഥവാ ഉണങ്ങാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് അടിക്കാൻ, നമുക്ക് കറണ്ട് അടിക്കാൻ. അതുകൊണ്ട് ഉണങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു കണക്ഷൻ കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഈ നമ്മൾ പ്രിക്കോഷൻസ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? നെവർ ഹാൻഡിൽ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ഓർ ഓപ്പറേറ്റ് സ്വിച്ചസ് വെൻ ദ ഹാൻഡ്സ് ആർ വെറ്റ്. നനഞ്ഞിരിക്കുന്ന കൈ കൊണ്ട് ഉപയോഗിക്കരുത്. പിന്നെ എന്തുവാണ്, ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പ്ലഗും സ്വിച്ച് ആ ബോർഡിൽ നിന്ന് എടുക്കുക. പിന്നെ ഹൈ പവർ ഉള്ളത് സാധാ സോക്കറ്റ് ആയിട്ട് ഉപയോഗിക്കരുത്, 3 പിൻ എടുക്കണം. പിന്നെ റബ്ബർ ഫുട്വെയർ, നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാൻ വെച്ച് റബ്ബർ ഫുട്വെയർ വേണം ഉപയോഗിക്കാൻ, റബ്ബർ ചെരുപ്പ് വേണം ഉപയോഗിക്കാൻ. പിന്നെ എന്താണ്, അകത്ത കേബിൾ TV നിന്ന് നമ്മൾ ചുമ്മാ തുറന്ന് ഓണാക്കി എന്ത് ചെയ്യരുത്, കറണ്ട് അടി ചോദിച്ചു വാങ്ങരുത്. നിങ്ങൾ ചുമ്മാ അതിനകത്ത് ഓപ്പറേറ്റീവ് സ്വിച്ച് ഇട്ടൊക്കെ ചിലപ്പോൾ ചിലർക്ക് അങ്ങനെയൊക്കെ ചില ക്രൈസുകളൊക്കെ ഉണ്ട്, അങ്ങനെയൊന്നും ചെയ്യരുത്. TV അഡാപ്റ്ററിന്റെ ഇന്റീരിയർ പാർട്സിൽ തൊടരുത്. പിന്നെ ഇലക്ട്രിക് ലൈൻസിന്റെ അവിടെ കൊണ്ടുപോയി പട്ടം തുറത്തി കളിക്കരുത്. അങ്ങനെ ഇതേപോലുള്ള കുറെ പോയിന്റുകളുണ്ട്. ഇതേ പോയിന്റിലെല്ലാം ഡയറക്റ്റ് തന്നേക്കുന്നതാണെങ്കിൽ വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. കാണാതെ പഠിച്ചു വയ്ക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാണാതെ ടെക്സ്റ്റില് നമ്മൾ എന്താണ് പരീക്ഷ എഴുതാൻ വേണ്ടി പഠിക്കുന്നതല്ല, ഇതല്ലാതെ നമ്മൾ ജനറൽ നോളജ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ടേബിൾ ഫാൻ എയർ ഡ്രയർ ആയിട്ടൊന്നും ഉപയോഗിക്കരുത്, അപകടങ്ങൾ വരുത്തുന്നതാണ്. അടുത്തായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന എല്ലായിടത്തും നമുക്ക് മുൻകരുതൽ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ശ്രദ്ധയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. എന്നാലും ചിലയിടത്ത് നമുക്ക് മുൻകരുതലുകൾ പറയാൻ പറ്റും. അങ്ങനെ ഉള്ള പ്രിക്കോഷൻസ് ആണ് അടുത്ത ഇനി പറയുന്നത്. ഡ്യൂറിങ് ലൈറ്റ്നിങ്, മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് കാര്യമാണ്. അവോയ്ഡ് ഡ്യൂറിങ് വർക്ക് ദാറ്റ് വിൽ ബ്രിങ് യു ഇൻ കോണ്ടാക്ട് വിത്ത് ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടുമായിട്ട് ബന്ധമുള്ള എർത്ത് ലൈൻ, ന്യൂട്രൽ ലൈൻ, എന്തായാലും ഏത് ലൈനായിട്ടായാലും നമ്മൾ ആ ഒരു സമയത്ത് അങ്ങനെയുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് സർക്യൂട്ട് ലൈനിൽ കോണ്ടാക്ട് വരുന്ന ആ വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഡിസ്കണക്ട് ചെയ്ത പ്ലഗ്സ് സോക്കറ്റ്സ് വെൻ ദർ ഈസ് ചാൻസ് ഓഫ് ലൈറ്റ്നിങ്. പ്ലഗുകളും സോക്കറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റ്നിങ് ഉള്ള സമയത്ത് അതൊക്കെ ഡിസ്കണക്ട് ആക്കാൻ ശ്രദ്ധിക്കുക. ആ ലൈറ്റ്നിങ് ഉള്ള സമയത്ത് ഇപ്പൊ മെയിൻ സ്വിച്ച് എല്ലാം ഓഫ് ആണെങ്കിൽ ചിലപ്പോൾ ലൈനിൽ കൂടെ മിന്നലടിച്ച് അതിൽ കൂടെ കറണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഡ്യൂറിങ് റെയിൻ ആൻഡ് വിൻഡ് ഇലക്ട്രിക് ലൈൻസ് ആർ ലൈക്ലി ടു ടച്ച് ദ ഗ്രൗണ്ട്. മഴ സമയത്ത് എന്ത് ചെയ്യാം, ഈ ലൈനൊക്കെ പൊട്ടി താഴെ വീഴാം. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ അടുത്തോട്ട് പോകരുത്. KCB-നൊക്കെ വിളിച്ച് എന്ത് ചെയ്യണം, നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇഫ് വാട്ടർ എൻറ്റേഴ്സ് ഹോം ഡ്യൂ ടു അങ്ങനെ വീട്ടിൽ വെള്ളം കയറുന്ന ഒരവസ്ഥ, ഇപ്പം കേരളത്തിലുള്ളവർക്കും അതൊക്കെ പരിചിതമാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് കണക്ഷൻസ് ആദ്യമേ ഡിസ്കണക്ട് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സ്വിച്ച് ബോർഡ് പെർഫെക്റ്റ്ലി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ പിന്നെ നമ്മൾ അത് റീകണക്ട് ചെയ്യാവൂ. നന്നായിട്ട് അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ പോയി നല്ല രീതിയിലായിട്ട് ശേഷം മാത്രമേ നമ്മൾ അത് ഓൺ ആക്കൂ. അല്ലെങ്കിൽ പ്രശ്നം വരും, ചോറിലൊക്കെ ചിലപ്പോൾ കറണ്ട് വരാം. ഓക്കെ, അടുത്തത് ഫസ്റ്റ് എയ്ഡ്. ഇലക്ട്രിക് ഷോക്ക് അടിച്ച ആളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പേടിച്ചോടണോ, അത് എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഉപയോഗിക്കേണ്ട ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ചാണ്. അപ്പൊ ഒരിക്കലും പേടിച്ചോടരുത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ
ആദ്യം കണക്ഷൻ വിച്ഛേദിക്കണം, അതിന് ശേഷം കൊടുക്കേണ്ടതാണ് ഈ പറഞ്ഞത്. അതായത് കണ്ട ഉടനെ പോയി ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ നമുക്ക് കണ്ണടിക്കും. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ആ കണക്ഷൻ കട്ട് ചെയ്തതിന് ശേഷം, അപ്പൊ അയാൾക്ക് ചിലപ്പോൾ ബോധം കാണത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡുകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ അതിനെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാല് ഈ കറണ്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോഴല്ല ബോഡി എന്ത് ചെയ്യും, തണുക്കും. അപ്പൊ തണുക്കുന്നത് വഴി നമ്മുടെ ബ്ലഡ് ഫ്ലോ കുറയും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ, 1ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ബ്ലഡ് ഫ്ലോ കുറഞ്ഞ് നമ്മുടെ വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് കൂടി ബ്ലഡ് ഒരുമാതിരി കട്ട പിടിക്കുന്ന അവസ്ഥ പോലെ ആവും, ഒഴുകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാവും. ഈ ഒരു സമയത്ത് നമ്മൾ ആ ബ്ലഡ് ഫ്ലോ പഴയ പോലെ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നന്നായിട്ട് മസിൽസ് എല്ലാം നമ്മൾ നന്നായിട്ട് തിരുമണം, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ബോഡിക്ക് ആ പഴയ ടെമ്പറേച്ചർ കൊണ്ടുവരാനും പറ്റൂ. പിന്നെ മസിൽസ് ഒരുമാതിരി സ്റ്റഫ് ആയിട്ടിരിക്കും, അതായത് തണുത്ത് ഒരുമാതിരി എങ്ങനെ ഇരിക്കും, കട്ടിയായിട്ടിരിക്കും. നമുക്ക് ആ ഒരു അവസ്ഥ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസാജ് ചെയ്യണം. മസാജ് ചെയ്യാന്ന് വെച്ചാൽ സർവശക്തി എടുത്തല്ല, അതിന് ഒരു രീതിയുണ്ട്. ആ രീതിയിൽ എന്ത് ചെയ്യണം, കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്, ആ ഒരു രീതിയിൽ മസാജ് ചെയ്യണം. ഓക്കെ, ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാവൂ. പിന്നെ ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക. മസാജ് ദ മസിൽസ് ആൻഡ് ബ്രിങ് ദം ടു ഒറിജിനൽ കണ്ടീഷൻ, പഴയ അവസ്ഥയിലോട്ട്. ഒരു വരി കട്ടി പോലെ ഇരിക്കും, കൈയൊക്കെ നല്ല എന്താണ് ദൃഢമായിട്ട് മസില് നമ്മൾ കോച്ചി പിടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ദെൻ സ്റ്റാർട്ട് ഫസ്റ്റ് എയ്ഡ് ദ ഫങ്ഷനിങ് ഓഫ് ഹാർട്ട്. ഹാർട്ട് പെട്ടെന്ന് ചിലപ്പോൾ സ്ട്രക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രഷർ ചെസ്റ്റിൽ, നെഞ്ചിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രഷർ കൊടുക്കണം, ഹാർട്ടിന്റെ ഫങ്ഷൻ പഴയ പോലെ ആക്കാൻ. ഇതെല്ലാം കൊടുത്തിട്ട് നോക്കിക്കൊണ്ട് നിന്നാൽ പോലെ അയാളെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, നിയറസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കണം. ഓക്കെ, നമ്മളെ ഡോക്ടറല്ല, സോ കൂടുതൽ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ആ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. അടുത്ത ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ വായിച്ചിരുന്നാൽ മതി. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എനർജിയൊക്കെ എന്നായാലും തീരും, നമ്മൾ അതുകൊണ്ടൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഭാവി ഉപയോഗം വരുന്ന കാര്യങ്ങളൊക്കെയാണ്. മേക്കിംഗ് ഹൗസ് ഹോൾഡ് സർക്യൂട്ട് ആണ്. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഓരോന്നും എന്താണെന്ന് അറിയാനും അതിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കാനാണ്. പരീക്ഷയിൽ ഇതൊന്നും ചോദിച്ചില്ലെങ്കിൽ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ എന്താണെന്നൊക്കെ, അതിന്റെ പടം അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റിൽ തന്നെ പെൻസിലിട്ടോ അങ്ങനെ നോട്ട് ചെയ്തതിന്റെ പേര് ഇവർ തന്നിട്ടുണ്ട്, അതിന്റെ യൂസേജ് നിങ്ങൾ ഒന്ന് കണ്ടെത്തുക. പലതും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വൺ വേ സ്വിച്ചിന്റെ ഒക്കെ ഉപയോഗം അറിയാമല്ലോ. സർക്യൂട്ടിനകത്ത് കറണ്ടിലുള്ള കൺട്രോളാണ് ആര് നടത്തുന്നത്, സ്വിച്ച്. ഓക്കെ, 3-pin സോക്കറ്റ്, പ്ലഗ്, സീലിംഗ് റോസ്, ELCB, റെഗുലേറ്റർ, RCCB, MCB, കിറ്റ്കാറ്റ്, ഫ്യൂസ്. ഇത് ഫ്യൂസ് ആണ്. ഫ്യൂസ് കണ്ടിട്ടുണ്ടോ? ഈ ഫ്യൂസ്, ഇത് ഫ്യൂസ് ആണ്. നമ്മുടെ മീറ്റർ, മെയിൻ സ്വിച്ച്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. KCBയുടെ ബോർഡിനകത്തുള്ള മെയിൻ സ്വിച്ച് ആണ് ഇത്. ELCB, ഫാൻ റെഗുലേറ്റർ, ഇൻഡിക്കേറ്റർ, ബൾബ് ഹോൾഡർ, ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. സ്വിച്ച് ബോർഡ്. ഇനി ഇതൊക്കെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് ഇത്. ക്ലാമ്പ്, അമ്മീറ്റർ, അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ക്ലാമ്പ്, അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അമ്മീറ്റർ എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നതാണ് അമ്മീറ്റർ. ക്ലാമ്പ് അമ്മീറ്റർ ഇതുപോലെ ഒരു അമ്മീറ്റർ ആണ്. അതിനകത്ത് അതേപോലെ ഈ 2 വയർ ഇവിടെ ഇങ്ങനെ അമർത്തുമ്പോൾ ഇത് ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അവിടെ നമ്മൾ കൊണ്ട് വയർ വയ്ക്കുമ്പോൾ അവിടുത്തെ കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ക്ലാമ്പ് അമ്മീറ്റർ. ഇനി പ്ലെയറിന്റെ യൂസ് എന്ന് പറയണ്ടല്ലോ. അടുത്തത് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്റർ എന്തിനാണ്? മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്കൊരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ്, മൾട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാടെന്നാണ്. ഇപ്പൊ റെസിസ്റ്റൻസ് അളക്കാം, കറണ്ട് അളക്കാം, വോൾട്ടേജ് അളക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് അളക്കാൻ പറ്റുന്നതാണ് മൾട്ടിമീറ്റർ. ഓക്കെ, അത് AC വോൾട്ട്മീറ്റർ. അതിനകത്ത് വോൾട്ടേജ് മാത്രമേ അളക്കാൻ പറ്റൂ. AC-യില വയർ സ്പ്ലിറ്റർ, വയർ കട്ട് ചെയ്യുന്ന സ്ട്രിപ്പർ. അടുത്തത് സ്ക്രൂ ഡ്രൈവർ, വയർ, ഇൻസുലേഷൻ ടേപ്പ്, ഗ്ലൗസ്. ഇൻസുലേഷൻ ടേപ്പ് ഒക്കെ അറിയാമല്ലോ, നമ്മൾ എവിടെയെങ്കിലും കണക്ഷൻ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജോയിൻ ചെയ്യിക്കുമ്പോൾ ഇൻസുലേഷൻ ടേപ്പ് വേണം. കാരണം ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിന്നെ പെട്ടെന്ന് പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ
കറണ്ട് അടിക്കത്തില്ല. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ അറിയുന്നൂടെ അർത്ഥം? കറണ്ട് കടത്തിവിടാത്ത ഇൻസുലേറ്റേഴ്സ്. അടുത്തത് സ്ക്രൂ ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ സ്റ്റാർ ടൈപ്പ് ഉണ്ട്, മൈനസ് ടൈപ്പ് ഉണ്ട്. അത് 2 ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ ആണ്. വയർ സ്ട്രിപ്പർ, ടെസ്റ്റർ, PVC പൈപ്പ് തന്നെയാണ്. വയറിങ്ങിനാണ് PVC പൈപ്പ് ഉപയോഗിച്ചത്. നമ്മൾ ചുവരിനകത്തോടെയൊക്കെ PVC പൈപ്പാണ് ഇട്ടേക്കുന്നത്. അതിനകത്തൂടെയാണ് വയറിന് പാസ് ചെയ്യുന്നത്. PVC ചാനൽസ് ഇപ്പൊ കിട്ടും. അത് നമുക്കിപ്പോ എന്തെങ്കിലും വെളിയിൽ കൂടെ ഒരു കണക്ഷൻ കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ വയറിങ് അകത്തൂടെ നടത്താം, വെളിയിൽ കൂടെ നടത്താം. അപ്പൊ വെളിയിൽ എക്സ്ട്രാ ഒരു കണക്ഷൻ വേണമെങ്കിൽ PVC ചാനൽ ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യിക്കുന്നത്. പിന്നെ പൈപ്പിന് വേണ്ട ഫിറ്റിങ്സ് ആണ്, എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെയാണ് ഇത്. എൽബോ എന്നൊക്കെ പറയും, ഒരുപാട് ടൈപ്പ് പേരുണ്ട് അതിനകത്ത്. PVC നമ്മൾ പ്ലംബിങ്ങിന് ഉപയോഗിക്കാറുള്ളതുകൊണ്ട് അതൊക്കെ അവിടെ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്ന ഉപകരണങ്ങളൊക്കെയാണ് ഇത്. ഇതിന്റെ യൂസ് ഒക്കെ ജസ്റ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്യുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് ലൈഫിൽ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ അതിന്റെ റേറ്റിംഗ്, അതിന്റെ എണ്ണമാണ്. നമ്മളൊരു വയറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിന്റെ റേറ്റിംഗ്, അതിന്റെ അളവ് എങ്ങനെയാണ്, അതിന്റെ എണ്ണ എത്രയാണ്, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഒരു വയറിങ്ങിന്റെ കൊടുത്തിരിക്കുന്ന രീതി, ആ ഒരു സെറ്റപ്പാണ് കാണിച്ചേക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി. പിന്നെ ഒരു റൂൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ പ്രകാരമൊക്കെയാണ് നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്നത്. എല്ലാവർക്കും ഒന്നും പോയി വയർ ചെയ്യാൻ പറ്റില്ല, ലൈസൻസി ഒക്കെ വേണം. ഇലക്ട്രിഫിക്കേഷൻ ഈസ് ഡൺ യൂസിങ് മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു VIS മാർക്സ്. VIS മാർക്കുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് ഈ പാഠത്തിനകത്തുള്ളത്. അപ്പൊ ഇതിനകത്തുള്ള ആദ്യത്തെ ഭാഗമാണ് വളരെ ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഇമ്പോർട്ടൻസ് ഇലക്ട്രിഫിക്കേഷൻ, ആ ഒരു ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ഭാഗം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും അറിഞ്ഞിരിക്കണം. നമ്മൾ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ ദിനം പ്രതി കാണുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ആ പാഠത്തിനകത്ത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്രയാകുമ്പോൾ ഈ മൂന്നാമത്തെ പാഠം ഏകദേശം അവസാനിച്ചു. നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കുക. എക്സ്ട്രാ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ, താങ്ക് യു.